ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ പാദവാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ മലയാളം അഥവാ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. ഇവിടെ AV രഘുവിൻ്റെ കാട് എന്ന കൊച്ചു കവിതയാണ് തന്നിട്ടുള്ളത്. കാട്ടിലുണ്ട് പാട്ടും തേടും കാട്ടുപൂവിൻ മാനസം, പൂവിലുണ്ട് മൂളിയെത്തും വണ്ടു തേടും തേൻകണം, കാട്ടുവള്ളികൾ നൃത്തമാടും കാറ്റിലുണ്ട് പൂമണം, കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണം, മാനം തേടും മാമലകൾ മഴ നനഞ്ഞ് ആടും, ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവി. ഇതാണ് തന്നിട്ടുള്ള കുഞ്ഞു കവിത. ഇനി ഇതിലെ ചോദ്യങ്ങളാണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം തേൻ കണം തേടിയെത്തുന്നതാരെ? കാറ്റ്, കാട്ടുവള്ളി, വണ്ട്, പാട്ട്. ഉത്തരം വണ്ടാണ്. 2 കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നതാരെ? കാടിനെ, പാട്ടിനെ, പൂവിനെ, തേൻകണത്തെ. പാട്ടിനെയാണ്. 3 ആരുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത്? കുഞ്ഞുമൈനയുടെ, മഴയുടെ, അരുവിയുടെ, പൂവിൻ്റെ. കുഞ്ഞുമൈനയുടേതാണ്. 4 മാമലകൾ മഴ നനഞ്ഞാടും എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്ത്? വണ്ടിൻ കൂട്ടങ്ങൾ മൂളിയെത്തുന്നത്, ആന നരികൾ കൂട്ടമായി എത്തുന്നത്, മഴയത്ത് മാമലയിലെ മരങ്ങളാടുന്നത്, വണ്ടു തേടുന്നത്. എന്തായിരുന്നു? മഴയത്ത് മാമലയിലെ മരങ്ങളാടുന്നതാണ്. 5ാമത്തേത് ആന നരിയിൽ കൂട്ടമായി തേടിയെത്തുന്നത് എന്തിനെ? കാട്ടുപൂവിനെ, പൂമണത്തെ, അരുവിയെ, മാമലയെ. എന്തിനെയായിരുന്നു? അരുവിയെ. അപ്പം ഇതൊക്കെയാണ് ഈ 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇനി രണ്ടാമത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാമിമ്മഴ, കൊള്ളരുത്തിമ്മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. കുഞ്ഞുണ്ണി മാഷിൻ്റെയാണ്. മഴയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത വായിച്ചില്ലേ? പെയ്തിറങ്ങുന്ന മഴയോട് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കും? നിങ്ങളും മഴയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നുണ്ട്, ഹായ് മഴ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മഴ ഒന്ന് പെയ്യാൻ ഞാനും. അപ്പം ഞാൻ എന്തായിരിക്കും പറയുക? ഞാനും മഴയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത് അല്ലേ? അപ്പം ഞാൻ ചോദിക്കും, എന്നിട്ട് എന്തേ വരാൻ വൈകിയത്? അപ്പം മഴ പറയും, തേക്കിൻ കാട്ടിൽ പെയ്യാൻ പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ, അവിടെ എന്താ വിശേഷം? മഴ, തേക്കെല്ലാം ഇല പൊഴിച്ച് നിൽക്കുകയാണ്. മഴ പെയ്താലേ തളിരില വരൂ. ഞാൻ, ഇലയില്ലാതെ എങ്ങനെ അവർ ആഹാരം ഉണ്ടാക്കും? മഴ, അതുകൊണ്ടാണ് അവിടെ തകർത്തു പെയ്തത്. ഞങ്ങളും വാടി നിൽക്കുകയാണ്. മഴ, ഇവിടെയും തകർത്തേക്കാം. ഞാൻ, അടിപൊളി. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മഴയും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മഴയോട് ചോദിക്കാനുണ്ടാവുമോ അതൊക്കെ ചോദിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം, മഴക്കാഴ്ച തിരഞ്ഞെടുക്കുക. പാടത്ത് സ്വർണ്ണവെയിൽ പരക്കുന്നു, ആകാശത്ത് വെൺമേഘങ്ങൾ ഒഴുകുന്നു, മുറ്റത്ത് കുഞ്ഞുകുരുവികൾ രൂപം കൊള്ളുന്നു. ഏതാണ്? മുറ്റത്ത് കുഞ്ഞുകുരുവികൾ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് മഴക്കാഴ്ച. പ്രവർത്തനം 3 ആസ്വാദനക്കുറിപ്പാണ്. എത്ര കിളിയുടെ പാട്ടറിയാമെന്ന പി മധുസൂദനന്റെ ഒരു കവിതാഭാഗമാണ് തന്നിട്ടുള്ളത്. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം? എത്ര മരത്തിൻ തണലറിയാം? എത്ര പുഴയുടെ കുളിരറിയാം? എത്ര പഴത്തിൻ രുചി അറിയാം? എത്ര പൂവിൻ മണമറിയാം? അറിഞ്ഞിടുമ്പോഴറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ബാക്കി. ഇതാണ് മധുസൂദനന്റെ കവിത. കവിതാഭാഗത്തിന്റെ ആശയം വായിച്ചു മനസ്സിലാക്കിയില്ലേ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? പി മധുസൂദനൻ എഴുതിയ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിത വായിച്ചു. നല്ല രസമുള്ള ഒരു കവിതയാണ്. മരത്തിൻ്റെയും കിളിയുടെയും പൂക്കളുടെയും പേരുകൾ എല്ലാം നമുക്കറിയാം. എന്നാൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ മേൽപോട്ട് നോക്കും. നമ്മുടെ നാട്ടിലെ കിളികളും മരങ്ങളും പൂക്കളും തിരിച്ചറിയാനുള്ള നമ്മുടെ താല്പര്യം കുറഞ്ഞു വരുന്നു എന്നതാണ് ഈ കവിതയുടെ ആശയം. നല്ല ഈണത്തിലും താളത്തിലും വായിക്കാൻ പറ്റും. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് കവിത രചിച്ചിട്ടുള്ളത്. എത്ര കിളിയുടെ പാട്ടറിയാം എന്ന വരികൾ നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പുഴയുടെ കുളിരി എന്ന പദച്ചേർച്ചയും മനോഹരമായിട്ടുണ്ട്. പലതും അറിയാമെങ്കിലും നമ്മുടെ നാടിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ഇനിയും ഒത്തിരി അറിയാനുണ്ട് എന്ന തിരിച്ചറിവ് ഈ കവിതയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കവിതയിലെ ആശയം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി എന്താണ്? നിങ്ങൾക്ക് ഏത് പദപ്രയോഗമാണ് ഇഷ്ടമായത് എന്നൊക്കെ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ എഴുതാവുന്നതാണ്. 4ാമത്തെ പ്രവർത്തനം കുറിപ്പാണ്. പാഠഭാഗത്ത് നിങ്ങൾ ധാരാളം കടങ്കഥകൾ പരിചയപ്പെട്ടു. കടങ്കഥകളുടെ ഭാഷയും ഒളിഞ്ഞിരിക്കുന്ന ആശയത്തിന്റെ ഭംഗിയുമൊക്കെ തിരിച്ചറിയുകയും ചെയ്തു.
നിങ്ങൾക്ക് പരിചിതമായ 2 കടങ്കഥകൾ നോക്കൂ. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. ഉത്തരം എന്താണ്? കൺപീലി. അതുപോലെ തന്നെ 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. ഏതാണ്? സൂര്യൻ. ഈ കടങ്കഥകൾക്ക് ഇങ്ങനെ ഉത്തരം ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഒരെണ്ണം വിശദീകരിച്ച് കുറിപ്പെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കടങ്കഥ എടുക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി, ഓക്കെ, അതെടുക്കാം. തുഞ്ചാണി എന്നത് തെങ്ങോലയുടെ അറ്റമാണ്. കൺപോളകളുടെ രൂപം പീലി കണ്ടാൽ തുഞ്ചാണി പോലെ തോന്നും. 2 കൺപോളയുമാണ് അക്കരെ ഇക്കരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണ് എപ്പോഴും അടക്കുകയും തുറക്കുകയും ചെയ്യും. ഈ ഒരു ആശയത്തിൽ നിന്നായിരിക്കും ഇങ്ങനെയൊരു കടങ്കഥ ഉണ്ടായത്. ഓക്കെ, ഇനി 5ാമത്തേത് ജീവചരിത്ര കുറിപ്പാണ്. ഇവിടെ നമുക്ക് ആരെ തന്നിട്ടുള്ളത്? നമ്മുടെ ഇമ്മണി വല്യൊന്നല്ലേ. സ്വയം കണ്ടെത്തുന്ന വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ എല്ലാം ഇവിടെ തന്നിട്ടുള്ളത്. വ്യത്യസ്ത രീതിയിലാണ് തന്നെന്ന് മാത്രമല്ലേ. ചിത്രം വിശകലനം ചെയ്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. അധിക വിവരണങ്ങൾ ഉൾപ്പെടുത്തുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജനുവരി 21 1908 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ഹാസ്യം കൊണ്ടും അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവം കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു. പ്രധാന കൃതികളാണ് പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട്, മതിലുകൾ എന്നിവ. ബഷീർ സ്വയം കണ്ടെത്തുന്ന വാക്കുകളായ ഫ്ർ, കുന്ത്രാമ്പി, ആകാശമിട്ടായി അങ്ങനെ നിരവധി വാക്കുകൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. നിരവധി അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 5 അദ്ദേഹം മരണമടഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടത് പൊതിച്ചോറ്, ആകാശമിട്ടായി, റിക്ഷക്കാരൻ, അപ്പു. ഏതാണ്? ആകാശമിട്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. ഇനി അടുത്തത് 6ാമത്തേത് ഒരു വിവരണമാണ്. വീട്ടിലോ വിദ്യാലയങ്ങളോ യാത്രകൾക്കിടയിലോ നിങ്ങൾക്ക് മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പല നിറങ്ങളിലുമുള്ള പൂക്കളും ശലഭങ്ങളും കിളികളും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പുറത്തു പോയപ്പോൾ യാത്രയിൽ കണ്ട ഏതെങ്കിലും ഒരു പൂന്തോട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ കൂട്ടുകാർ ആ ഒരു വിവരണം എഴുതി തയ്യാറാക്കുക. ഇനി ഇതിലെ ബി ചോദ്യം, ഒരു നാട്ടുപൂവിൻ്റെ പേരെഴുതുക. ഡാലിയ, മുക്കുറ്റി, ഓർക്കിഡ്. ഏതാണ്? മുക്കുറ്റിയാണ് നാട്ടുപൂവ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി വിവരണം എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ്. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.